ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോണത് നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ യൂറോ ജാപ്പനീസ് എന്നെ കുറിച്ച് ചെയ്ത വീഡിയോസിൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡെയിലി ലോ നമ്മൾ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യുന്ന നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെയാണോ, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മുമ്പത്തെ എൻട്രി മോഡൽസ് പോലെയാണോ മാർക്കറ്റ് ഈ ഒരു ഡെയിലി ലോ സ്വീപ്പ് ചെയ്തിട്ടുള്ളത്, അതോ ഇനി വേറെ രീതിയിൽ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരാൻ പോണത് മാർക്കറ്റ് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ഓൾവേസ് ഹാപ്പനിങ് ദ സെയിം തിങ് അഗൈൻ ആൻഡ് അഗൈൻ. അത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാൻ പോവാണ്. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഇനീഷ്യലായിട്ട് വേണ്ട ടൈം ഫ്രെയിം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 50 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഒരു സ്പെസിഫിക് ടൈം മാർക്കറ്റിൽ മാർക്ക് ചെയ്തിടാനുണ്ട്. അതാണ് നമ്മുടെ ഓപ്പണിംഗ് പ്രൈസ് ആയിട്ട് എടുക്കുക 10:30 AM. 10:30 AM നമ്മൾ മാർക്കറ്റിൽ മാർക്ക് ചെയ്തിട്ടു. അതാണ് നമ്മുടെ ഓപ്പണിംഗ് പ്രൈസ്. 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ 10:30 AM 10:30 AM ക്യാൻഡിൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റിൽ ആ ഒരു ക്യാൻഡിൽ മാർക്ക് ചെയ്തിട്ടു. ക്യാൻഡിൽ ഓപ്പണിംഗ് പ്രൈസ് അതാണ് നമ്മുടെ ഓപ്പണിംഗ് പ്രൈസ് ആയിട്ട് എടുക്കുക. മിഡ് നൈറ്റ് ന്യൂയോർക്ക് ഓപ്പണിംഗ് ടൈമാണ് 10:30 AM എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ആ ടൈം നമ്മൾ മാർക്ക് ചെയ്തിട്ടു. അത് നമ്മുടെ ഓപ്പണിംഗ് പ്രൈസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടു. ആൻഡ് ഓൾവേസ് നമ്മൾ മുമ്പത്തെ യൂറോ ജാപ്പനീസ് ചാനലിൽ പറഞ്ഞിരിക്കുന്ന എൻട്രി മോഡൽ പോലെ തന്നെയാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോണത്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് ഒരു സ്വിങ് ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അതന്നെയല്ലേ വേണ്ടത്. നമുക്ക് ഡൗൺ സൈഡിലോട്ടല്ലേ എൻട്രി വേണ്ടത്, കാരണം ആ ഡൗൺ സൈഡിലല്ലേ നമ്മുടെ ഈ ഒരു ഡെയിലി ലോ ഉള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത് സ്വിങ് ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് മാർക്കറ്റ് നോക്കണം. ആൻഡ് ദെൻ സ്വീപ്പ് ചെയ്തിട്ടുണ്ടോ നോക്കിയേ, മാർക്കറ്റ് സ്വിങ് ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്വിങ് ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി നെക്സ്റ്റ് എന്താ വേണ്ടത്, 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്കൊരു മാർക്കറ്റ് സ്ട്രെച്ചർ ഷിഫ്റ്റ് വേണ്ടേ. എങ്ങോട്ടുള്ള മാർക്കറ്റ് സ്ട്രെച്ചർ ഷിഫ്റ്റാണ് വേണ്ടത്, ബിയറിഷ് മാർക്കറ്റ് സ്ട്രെച്ചർ ഷിഫ്റ്റ് വേണം. അത് സംഭവിച്ചിട്ടുണ്ടെന്ന് നോക്കിയേ, ഒരു സ്വിങ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയേ, മാർക്കറ്റ് ഒരു സ്വിങ് ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വന്നേക്കാം, ഈ ഒരു സ്വിങ് ലോ നമ്മൾ എന്തുകൊണ്ട് മാർക്കറ്റിൽ എടുത്തില്ല, ഈ ഒരു സ്വിങ് ലോ എന്തുകൊണ്ട് നമ്മൾ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നമ്മൾ എടുത്തില്ല എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ തോന്നാം. ഈ ഒരു സ്വിങ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. ഈ ഒരു സ്വിങ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടില്ല. അവിടെ ആ ബ്രേക്ക് ചെയ്തതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ മാർക്കറ്റ് മേലേക്ക് പോയിരിക്കുകയാണ്. അത് ആ ഒരു ലോൻ്റെ മേലേക്ക് ആ ഒരു ക്യാൻഡിൽ തന്നെ പോയിട്ടുണ്ട്. ആൻഡ് ദെൻ അവിടെ ഒരു കറക്റ്റ് പ്രോപ്പറായിട്ടുള്ളൊരു FEG ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ക്യാൻഡിൽ നമ്മൾ എടുക്കാണ്ടിരുന്നത്, ആ ഒരു സ്വിങ് ലോ ബ്രേക്ക് ചെയ്ത സമയം നമ്മൾ എടുക്കാണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സ്വിങ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ നോക്കിയേ, അവിടെ FEG ഉണ്ടായിട്ടുണ്ട്, അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു ബിഗ് ഡമ്പാണ് മാർക്കറ്റ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു വെള്ളത്തിലോട്ട് ഒരു ചെറിയൊരാൾ ചാടുന്നതും ഒരു ബിഗ് ഒരു എലിഫൻറ്റ് ഒരു ആന വെള്ളത്തിൽ ചാടുന്നതും രണ്ടും ഡിഫറൻസ് ഇല്ലേ. അപ്പോൾ അതേപോലത്തെ ഒരു ഡമ്പാണ് നമുക്ക് വേണ്ടത്. ഒരു ബിഗ് ഡമ്പ് മാർക്കറ്റിൽ സംഭവിക്കണം. അപ്പോൾ ബിഗ്ഗായിട്ട് മാർക്കറ്റ് ഡൗണിലായിട്ട് പുഷ് ചെയ്തു. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലായി. ആൻഡ് ദെൻ നമുക്ക് വേണ്ടത് എന്താ, FEG. ഇതിൽ FEG മാർക്കറ്റിൽ സംഭവിച്ചിട്ടില്ലേ, FEG മാർക്കറ്റിൽ ഫോം ചെയ്തിട്ടില്ലേ, ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ട്, FEG ഉണ്ട്, സ്വിങ് ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിയറിഷ് MSS മാർക്കറ്റിൽ കിട്ടി. നമുക്ക് അപ് ട്രെൻഡിൽ പോയിരിക്കുന്ന മാർക്കറ്റ് അതിൻ്റെ ഒരു സ്വിങ് ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് FEG ഡിസ്പ്ലേസ്മെൻറ്റും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഹൈ പ്രോബബിലിറ്റി ആയിട്ട് ഒരു എൻട്രി ആയിട്ട് എടുത്തൂടെ. ആ ഒരു എൻട്രി ഈ ഒരു FEGയിൽ ടാപ്പ് ചെയ്ത ഉടനെ തന്നെ നമുക്കൊരു എൻട്രി നമ്മൾ പ്ലേസ് ചെയ്തു. ആൻഡ് ദെൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും, പ്രീവിയസ് സ്വിങ് ഹൈൻ്റെ മേലെ കൊണ്ടുവയ്ക്കും. പ്രീവിയസ് സ്വിങ് ഹൈൻ്റെ മേലെ കൊണ്ടുവച്ചു. ആൻഡ് ദെൻ നമ്മൾ ടാർഗറ്റ് നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇനീഷ്യൽ ടാർഗറ്റ് നമുക്ക് ഈ ഒരു സ്വിങ് ലോയിൽ കൊണ്ടുപോയി നമുക്ക് ഇനീഷ്യൽ ടാർഗറ്റ് വെക്കാം. കാരണം ഇവിടെ നമുക്ക് ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഉണ്ട്. ആൻഡ് ദെൻ നമുക്ക് ഈ ഒരു ഡെയിലി ലോയിലും കൊണ്ട് ടാർഗറ്റ് വെക്കാം. ഇവിടെ നമ്മുടെ 75% ഓഫ് അവർ പൊസിഷൻ നമ്മളിവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദെൻ നമ്മൾ ഡെയിലി ടാർഗറ്റിലോട്ട് വെക്കും. കാരണം എന്താ, മാർക്കറ്റ് ഓൾറെഡി മാർക്കറ്റ് ഈ ഒരു ഡൗണിക്ക് മാർക്കറ്റ് വന്ന് കിടക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഡെയിലി ലോ സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബബിലിറ്റി മാർക്കറ്റിൽ കൂടുതലാണ്. ഓക്കെ, ഇങ്ങനെ മാർക്കറ്റ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് നോക്കി ഞാൻ മുമ്പ് പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസിൽ യൂറോ ജാപ്പനീസിൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എൻട്രി മോഡൽസ് ഈ സാധനം തന്നെയല്ലേ, ഇതന്നെയല്ലേ മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓവർ ആൻഡ് ഓവർ ഒക്കെ മാർക്കറ്റിൽ ഒരേ സാധനം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വർക്ക് ആവുന്നില്ലേ, ഇത് വർക്ക് ആവുന്നുണ്ട്. ഡെയിലി വർക്ക് ആവുന്നില്ലേ, മോസ്റ്റ്ലി ഉള്ള ഡേയ്സിൽ വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഇതാണ് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിട്ടുള്ളത്.
പിന്നെ ഇതിനെ നമുക്ക് വേറെ രീതിയിലും കാണാം. ഞാൻ ഈ മുമ്പത്തെ പവർ ഓഫ് 3 എൻട്രി മോഡൽ ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പവർ ഓഫ് 3 എന്താണെന്ന് അറിയാത്തവർക്ക് പ്രീവിയസ് വീഡിയോ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കിയാൽ പവർ ഓഫ് 3 എന്താണെന്ന് മനസ്സിലാവും. പവർ ഓഫ് 3 എൻട്രി മോഡലായിട്ടും നമുക്കതിനെ ചെയ്യാൻ പറ്റും. ഓപ്പണിംഗ് പ്രൈസ് ഇവിടെ ഉണ്ട്. എന്തായാലും മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്വിംഗ് ഹൈ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തു. 50 മിനിറ്റിലെ ഈ ഒരു സ്വിംഗ് ഹൈ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഇനീഷ്യൽ മാർക്കറ്റിലെ ബിയറിഷാണ് മൂവ്മെൻറ്റ് എന്ന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയറിഷ് ദിവസത്തിൽ നമുക്ക് ഒരു അപ്സൈഡിലോട്ട് ഒരു മാനിപ്പുലേഷൻ വേണം. ബിയറിഷ് എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മൾ അപ്സൈഡിലോട്ടൊരു മാനിപ്പുലേഷൻ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ആ ഒരു അപ്സൈഡിലോട്ട് മാനിപ്പുലേഷൻ സംഭവിച്ചിട്ടില്ലേ, ഈ ഒരു സ്വിംഗ് ഹൈ, ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ മാനിപ്പുലേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? മാർക്കറ്റ് ഈ ഒരു സ്വിംഗ് ഹൈ ടേക്ക് ഔട്ട് ചെയ്തിട്ട് ഈ ഒരു മാനിപ്പുലേഷൻ കഴിഞ്ഞിട്ട്, ആ മാനിപ്പുലേഷൻ കഴിഞ്ഞു നമുക്ക് മനസ്സിലാവണത് ഒരു ലോ ടൈം ഫ്രെയിമിലെ ഒരു ഷിഫ്റ്റോട് കൂടിയിട്ട് മാർക്കറ്റ് FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ലോ ടൈം ഫ്രെയിമിൽ ഒരു ബിയറിഷ് MSS സംഭവിച്ചിട്ടുണ്ടാവണം വിത്ത് ആൻ FEG, ഒരു ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടിയിട്ടും. ആൻഡ് ദെൻ മാർക്കറ്റ് ഈ ഒരു FEG ടാപ്പ് ചെയ്ത് നമ്മൾ എൻട്രി എടുത്തു, സ്റ്റോപ്പ് ലോസ് വെച്ചു, ടാർഗറ്റ് വെച്ചു, നമ്മൾ വെയിറ്റ് ചെയ്തു, നമ്മുടെ ടാർഗറ്റിലോട്ട് മാർക്കറ്റ് അടിച്ചു. ഇത് നോക്കി കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള എൻട്രിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് വെറുതെ പറയുന്നതാണോ? അല്ല, മോസ്റ്റ്ലി കൂടുതൽ ദിവസത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. മാർക്കറ്റിൽ ഇറ്റ്സ് ഹാപ്പനിങ്. അത് സെയിം ടൈമിൽ സെയിം തിങ് ഹാപ്പനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒരു എൻട്രി മോഡൽ, നിങ്ങൾക്ക് വേണ്ട എൻട്രി മോഡൽ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ടാണ് കാണിച്ചു തരുന്നുള്ളത് അല്ലേ. നിങ്ങൾക്ക് മാർക്കറ്റിലൊരു എൻട്രി മോഡൽ വേണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിലോട്ട് വരാം. ചാനലിൽ ഞാൻ വീഡിയോസ് ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. കുറേ ആൾക്കാർ പൈസ കൊടുത്ത് ഈ മെൻറ്റർഷിപ്പ് വാങ്ങിച്ചിട്ടാണ് ആൾക്കാർ എൻട്രി മോഡൽസ് മനസ്സിലാക്കുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? സൈക്കോളജി. ആ ഒരു സൈക്കോളജി നിങ്ങൾ മാസ്റ്റർ ചെയ്തു, നിങ്ങൾക്കൊരു മാർക്കറ്റിൻ്റെ മേലെയുള്ള ഫിയർ പോയി കഴിഞ്ഞാൽ യു വിൽ മേക്ക് ഇറ്റ് ഔട്ട് മാൻ. നിങ്ങൾ മാർക്കറ്റിനെ സർവൈവ് ചെയ്ത് വന്നിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആവാൻ പറ്റും. അതിനെ ഷുവറായിട്ട് വേണമെങ്കിൽ ഞാൻ പറയാം. പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്നില്ല, ഉറപ്പ് തരുമല്ല. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറ്റ്സ് ഈസി വേ ടു ഫൈൻഡ് ഔട്ട് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. മീൻസ് നോ വൺ ക്യാൻ സ്റ്റോപ്പ് ഇറ്റ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ആ ഒരു സ്കില്ല് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ബ്രോക്ക് ആവില്ല, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാണ്ട് പോവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഈ ഒരു സ്കില്ല് പഠിച്ചു, ഈ ഒരു സ്കില്ല് പഠിച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ വീണ്ടും പൈസ ഇല്ലാണ്ടാവണം. പൈസ ഇല്ലാണ്ടാവണം മീൻസ് നിങ്ങളുടെ കയ്യിലുള്ള പൈസ എങ്ങനെ ഒരു ഇത് സംഭവിക്കല്ല എന്നാലും ഞാൻ പറയണം. നിങ്ങളുടെ കയ്യിലുള്ള പൈസ എല്ലാം പോയി, നിങ്ങൾ സീറോയിലായി പൈസ. അങ്ങനെ സീറോയിലായി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു സ്ഥലത്ത് കൊണ്ടിട്ടു. ഇത് ഒരു ഡിസ്കവറിയിലൊരു ഷോ ഉണ്ടായിരുന്നു, അണ്ടർ കവർ ബില്യനെയർ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ബില്യനെയർ ഒരു $100 ഒരു ബ്രോക്കായിട്ടുള്ളൊരു കാറും കൊണ്ട് ഒരു 90 days കൊണ്ട് എഗെയിൻ മില്യനെയർ ആവാൻ പറ്റുമോ എന്നുള്ളൊരു ചലഞ്ചായിരുന്നു ആ ഒരു അണ്ടർ കവർ ബില്യനെയർ എന്ന് പറഞ്ഞൊരു ഷോ. ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഷോ. ആ ഒരു ഷോയിൽ അയാൾ ബില്യനെയർ ആയിരുന്നു. ആ ഒരു ബില്യനെയറിനെ കൊണ്ട് അണ്ടർ 90 days കൊണ്ട് വീണ്ടും എഗെയിൻ മില്യനെയർ ആവാൻ തുടങ്ങി. മില്യനെയർ ആവാൻ പറ്റും, മില്യനെയർ ആവാൻ പറ്റുന്ന അയാൾ പ്രൂവ് ചെയ്ത് കാണിച്ചു. അതിനർത്ഥം എന്താ? നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആവാൻ പറ്റും. വൺസ് എ ബില്യനെയർ നെവർ ഗോ. അയാൾക്ക് വീണ്ടും ബ്രോക്ക് ആവാൻ പറ്റില്ല. കാരണം എന്താ? ബ്രോക്ക് ആവാൻ പറ്റില്ല എന്നല്ല, അയാളുടെ മൈൻഡ് സെറ്റ് ആ രീതിയിലായിരിക്കും. അത് നടക്കുന്ന കാണിച്ചു തന്നൊരു ഷോ ആണ് അണ്ടർ കവർ ബില്യനെയർ. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ അതിൻ്റെ സീരീസ് ഉണ്ട് തോന്നുന്നു, നിങ്ങൾക്ക് ജസ്റ്റ് അടിച്ചു നോക്കാം. എന്താ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ എല്ലാം എടുത്തു ഒരാൾ, പൈസ എല്ലാം പോയി. സീറോയിൽ നിങ്ങൾ വീണ്ടും തുടങ്ങുകയാണെന്ന് വെക്കുക. ആ ഒരു സീറോയിൽ നിങ്ങൾ തുടങ്ങുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എഗെയിൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ആദ്യം ഇനീഷ്യലി ക്യാപിറ്റൽ വേണം. നിങ്ങളുടെ കയ്യിൽ ഫോണില്ല, ഒന്നുമില്ല. എന്താ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളൊരു ഫോൺ വാങ്ങിക്കാൻ വേണ്ടി ഒരു ജോലിക്ക് പോയി, എന്ത് ജോലി ആയിക്കോട്ടെ. നിങ്ങൾ ഉദാഹരണം ആലോചിച്ച് നോക്ക്, ഇപ്പോൾ ഒരു കാറ്ററിങ്ങിനടക്കം പോയി കഴിഞ്ഞാൽ ഇതിലൊക്കെ നമുക്ക് പൈസ ഏകദേശം കിട്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു സാധാരണ ഒരു ജോലിക്ക് പോയി, ഒരു ജോലിക്ക് പോയതിന് ശേഷം നമ്മൾ പൈസ കിട്ടി. ഒരു ഫോൺ വാങ്ങിക്കേണ്ട പൈസയും എൻ്റെ ഒരു ചെറിയൊരു ഫോൺ, ഒരുപാട് ഫോണല്ല, ഒരുപാട് വലിയ ഫോണല്ല, നമ്മൾ ചെറിയൊരു ഫോൺ വാങ്ങിക്കേണ്ട പൈസയും എൻ്റെ നമുക്ക് ക്യാപിറ്റലിന് വേണ്ടിയിട്ടുള്ള പൈസയും നമ്മൾ കണ്ടെത്തി. അതിൻ്റെ നമ്മൾ ഇരിക്കുകയാണ് മാർക്കറ്റിൽ.
വിത്തിൻ 1 or 2 മന്ത് നിങ്ങൾ വീണ്ടും ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതത്രേ ഉള്ളൂ. ഈ ഒരു സ്കില്ല് നിങ്ങൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ഈ സ്കില്ല് വേറെ ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ജോബ്. ജോലി പോലെയല്ല. ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് പ്രൊമോട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പ്രൊമോട്ട് ചെയ്ത് പോകണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. നിങ്ങളെ കഴിവ് നിങ്ങൾ മറ്റുള്ള ഒരാൾക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഇവിടെ നിങ്ങൾക്ക് ആർക്കും പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് ട്രേഡിങ് ആൻഡ് ജോലിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നതാണ്. നിങ്ങളുടെ സ്കില്ല് എനിക്ക് ഈ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനം എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണവും അതാണ്. നമ്മുടെ സ്കില്ല് ഇപ്പോൾ ഞാൻ എത്ര കേപ്പബിളാണ്, എനിക്ക് എത്ര പൈസ കിട്ടാൻ കേപ്പബിൾ ആണെന്നുള്ളത് ഞാൻ എന്നെ പ്രൂവ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ ഞാൻ വേറെ ഒരു ആളിനെയും ഞാൻ പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ പ്രൊമോഷൻ അർഹതയാണോ, അല്ലാണ്ട് ഞാൻ അത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്തു അപ്പോൾ ഞാൻ പ്രൊമോഷൻ അച്ചീവ് ആണ്, എന്നിട്ട് അവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ നടക്കും. ചില പ്രൊമോഷൻസിൽ ചില ഈ മാനേജേഴ്സ് ഓർ ബോർഡ് മെമ്പേഴ്സിനെ അറിയുന്ന ആൾക്കാരിനെ പ്രൊമോട്ട് ചെയ്യും, ഇവരിനെ പ്രൊമോട്ട് ചെയ്യും. നമുക്ക് കിട്ടിയത് നമുക്ക് ആ ഡിപ്രഷൻ ആവും, നമുക്ക് ആ EMI എടുത്തിട്ടുണ്ടാവും, ഇതെടുത്തിട്ടുണ്ടാവും. നമുക്ക് ആ ഒരു കാര്യം ആ ഒരു സ്ട്രെസ്സ് ഇതിലില്ല. നമ്മളെ മാത്രം പ്രൂവ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏത് ലെവലിൽ എത്തണം, നിങ്ങൾക്ക് എത്ര സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും, എത്ര പൈസ നിങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈക്കോളജി ഒരു ഉണ്ടാവുമല്ലോ, അത് ഓവർ ടൈം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഇതിൽ കൂടുതൽ പൈസ ലോസുകൾ വരുന്തോറും പ്രോഫിറ്റുകൾ വരുന്തോറും നമുക്ക് സൈക്കോളജി ബിൽഡായിക്കൊണ്ടിരിക്കും. ആൻഡ് നമുക്ക് ഇനീഷ്യലി മാർക്കറ്റിൽ നമുക്കിപ്പോൾ ഒരു നിങ്ങൾ സ്റ്റാർട്ടിങ് ടൈമിൽ നിങ്ങൾക്കൊരു 10,000 രൂപ ലോസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. കാരണം നിങ്ങൾ 10,000 രൂപ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ 1 മന്ത് കൊണ്ടായിരിക്കാം. ആ ഒരു 1 മന്തിൽ നിങ്ങൾക്ക് സമ്പാദിച്ച പൈസ അടുപ്പിച്ച് ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇനീഷ്യലായിട്ട് പൈസ ഇടുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, നമുക്കിപ്പോൾ ഈ പൈസ പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു പൈസ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ഇല്ലാണ്ട് വരാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു സ്കില്ല് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല ആരിനെ കൊണ്ടും. അൺലെസ് നിങ്ങളുടെ മെമ്മറി പോണ ആ ഒരു സമയം വരെ ഈ ഒരു സ്കില്ല് നിങ്ങളുടെ അടുത്തുനിന്ന് ഒരാൾക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഇറ്റ്സ് പെർമനൻറ്റ്. നിങ്ങൾക്ക് ഈ ഒരു സ്കില്ലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒക്കെയും ബ്രോക്ക് ആവില്ല. പൈസ അത് വരും. ഇതിൽ ഏറ്റവും ബെസ്റ്റ് പാർട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരെയും പ്രൂവ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. എന്നെക്കൊണ്ട് ഞാൻ പ്രൊമോഷൻ അവൈലബിൾ ആണ്, എനിക്ക് ശമ്പളം കൂട്ടിത്തരാൻ ഞാൻ വെറുത്താണെന്നുള്ള കാര്യം നമ്മൾ ആരെയും പ്രൂവ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡെയിലി ഒരു കുറച്ച് ഡോളേഴ്സ്, ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 10,000 റുപ്പീസ് നിങ്ങൾക്ക് കിട്ടുകയാണെന്ന് വെക്കുക. ഈ ഒരു മാർക്കറ്റിന് ഡെയിലി 10,000 റുപ്പീസ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റേഞ്ചിലെത്തി, അല്ലെങ്കിൽ ഡെയിലി 5,000 റുപ്പീസ് കിട്ടുന്ന ഒരു റേഞ്ചിലെത്തി. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഡെയിലി ഇതല്ല, എനിക്ക് മാർക്കറ്റ് സ്കെയിലപ്പ് ചെയ്യണം തോന്നുകയാണ്. അപ്പം നിങ്ങൾക്ക് സ്കെയിലപ്പ് ചെയ്യാൻ നിങ്ങൾ തുടങ്ങും. നിങ്ങൾ സ്കെയിലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മോർ യുവർ ക്യാപിറ്റൽ മോർ യുവർ പ്രോഫിറ്റീസ്. അത്രേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 100Kൻ്റെ ഈ $500 100% ആണ് $500 എന്ന് പറയുന്നത്, മനസ്സിലായോ? പക്ഷെ 50Kൻ്റെ 10% ആണ് 100K എന്ന് പറയുന്നത്, ഈ $500 എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. 50Kൻ്റെ $50,000 10% പറയണതാണ് $500. മനസ്സിലായോ? അത്രേ ഉള്ളൂ മാർക്കറ്റ്. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുക, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തിട്ട് ചെറിയ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുക. റിസ്ക് കുറവാണ്, ചെറിയ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു ചിലപ്പോൾ ഇനീഷ്യലി സ്റ്റാർട്ടിങ് ടൈമിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു $3 $4 പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു $4 പ്രോഫിറ്റിലുള്ള അതേ ട്രേഡായിരിക്കും നിങ്ങളെ $400 $4,000 നിങ്ങൾക്ക് കൊണ്ടുപോകണത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇനീഷ്യലായിട്ട് നിങ്ങൾ സ്കില്ല് പഠിക്കാൻ നോക്കണം. സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ യു വിൽ മേക്ക് ഇറ്റ് മാൻ. അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.